ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈയിടെയായിട്ട് ഒരുപാട് കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു റെസിപ്പിയാണ് വെള്ളം യൂസ് ചെയ്തിട്ടുള്ള കേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. എന്നാലും ചിലർക്ക് ഒരു ഡൗട്ട് വരും, ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുമോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആവുമോ എന്ന്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടിയിട്ട് ആക്കി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അതായത് കേക്ക് ബാറ്റർ റെഡിയാക്കി ഒരുപാട് ടൈം വെക്കാൻ പാടില്ല, അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒരു 6 ഇഞ്ച് കേക്ക് ടിന്നിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അല്പം മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് ബാക്കി വന്ന ഈ മൈദ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഒരു കേക്ക് ടിന്ന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. ഈ ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ പൊടിച്ചല്ല ചേർക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടാണ്. പൊടിച്ച് ചേർക്കരുത്, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലിട്ട് അലിയിച്ച് തന്നെ എടുക്കുക. അതുപോലെ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പഞ്ചസാര മാക്സിമം നന്നായിട്ട് അലിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനൊരു 2 ഡ്രോപ്സ് മിൽക്ക് എസൻസും 2 ഡ്രോപ്സ് തന്നെ ബട്ടർ എസൻസും ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒരു 10-30 സെക്കൻഡ് എടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതൊന്നും കൂടരുത്, കൂടിയ കേക്ക് കഴിക്കും. അതുപോലെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് മാത്രം നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ബാക്കി കുറേശ്ശെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഒരുപാട് ഓവർ മിക്സിംഗ് ആയി കേക്ക് ഹാർഡാവും. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് യോജിച്ചാൽ നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഒരുപാട് ടൈം നിങ്ങളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ കേക്ക് ഹാർഡാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് നേരം ഇളക്കരുത്, ഇളക്കാതെ വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലപോലെ പൊങ്ങി വരുള്ളൂ. ഇനി നിങ്ങൾക്കിത് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് വെക്കാം. ഓവൻ ഇല്ലാതാണെങ്കിൽ ഏത് ഇതുപോലുള്ള അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ചൂടാക്കുക. ചൂടായി കിടക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു 35 മിനിറ്റോളം ബേക്ക് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കേക്ക് തുറന്ന് നോക്കാൻ പാടില്ല. കറക്റ്റ് ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അത് മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓവർ മിക്സിങ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് കേക്ക് വന്നത്. സാധാരണ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നോക്കണം എത്രത്തോളം നന്നായിട്ട് വന്നു എന്ന്. പിന്നെ നിങ്ങൾക്ക് ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് ബേക്കായെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഒരു പിച്ചാത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊന്ന് വിട്ടെടുക്കുക. എന്നിട്ട് കേക്ക് ഇതുപോലെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ചെറിയ കേക്കാണ്. നിങ്ങൾക്ക് ഈ കേക്ക് നല്ല പൊക്കമുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിളായിട്ട് എടുത്തിട്ട് ഇതേ കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിളായിട്ട് കേക്ക് വരും, നല്ല പൊക്കമുള്ള കേക്ക് കിട്ടും. അതുപോലെ ബേക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉടനെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയ ഷുഗർ സിറപ്പാണ് നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഒഴിക്കുകയാണ്. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അതായത് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്രീം ഇതുപോലെ
എടുക്കാവൂ, അല്ലെങ്കിൽ ക്രീമും ഈ ഒരു കേക്കിൽ പിടിക്കാതെ വിട്ടുപോകും. എന്നിട്ട് നമുക്കിതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ കുറേ വീഡിയോസിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഞാൻ സുമീസ് വ്ളോഗ് എന്ന ചാനലിൽ ഇത് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഐസിങ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഈ കേക്കിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഒന്ന് ഡിസൈൻ ചെയ്തത്. അതേ നോസിൽ വെച്ചിട്ട് ഇതുപോലെ റോസും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾ ഈ ഒരു റെയിൻ ഡ്രോപ്പ് പോലുള്ള ഈ ഒരു സംഭവം കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, കേക്ക് ജെല്ലാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. അതിൽ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കേക്ക് ജെല്ലങ്ങ് കുറുകിപ്പോവും, കട്ടിയായി നമുക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയി കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാനിങ്ങനെ ഡിസൈൻ കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ പൗഡർ കളറാണ് ചേർക്കുന്നത്, സിൽവർ കളർ. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ മേടിച്ച് വെച്ചത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കാണാനും ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ റെയിൻ ഡ്രോപ്പിൽ കൂടിയിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമുക്ക് ടീ കേക്ക് ആയിട്ട് വേണമെങ്കിലും കഴിക്കാൻ, ക്രീമൊന്നും വെക്കാതെ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരുന്നത്.